നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓർബിസ് FX-WL9 എന്ന് പറയുന്ന മോഡൽ ഒരു വയർലെസ് മൈക്കാണ്. 2200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പരിശോധിക്കാം. ഇതേപോലെ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ബോക്സിൻ്റെ പുറത്ത് ബ്രാൻഡിൻ്റെ പേരോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബോക്സിനുള്ളിൽ 2 AA ബാറ്ററി, പിന്നെ ഒരു റിസീവർ, പിന്നെ അത് ചാർജ് ചെയ്യാനുള്ള കേബിൾ, പിന്നെ മൈക്രോഫോൺ, ഇത്ര സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ റിസീവറിനകത്ത് ഇടാനുള്ളൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഞാൻ റിസീവറിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. നേരത്തെ ഞാനത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ ബാറ്ററി അതിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാനുള്ള കേബിളാണ് നമ്മൾ നേരത്തെ കണ്ടത്. മൈക്കിൻ്റെ ഉള്ളിലിടുന്ന ബാറ്ററി റീചാർജബിൾ അല്ല. അത് റീചാർജബിൾ വേണേൽ നമുക്ക് ആക്കാം. ഇപ്പോൾ തൽക്കാലം അത് റീചാർജബിൾ ആയിട്ടല്ല അവർ തന്നിരിക്കുന്നത്. റിസീവറിനകത്ത് നമ്മൾ റീചാർജബിൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അത് ഓൺ ആക്കാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ അത് ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ടുണ്ട്. പിന്നെ പവർ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള LED-കളുണ്ട്. ഇത്ര സാധനമാണ് റിസീവറിനകത്തുള്ളത്. ഇത് നമുക്ക് മിക്സറിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിന്നാണ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന അത് റിസീവ് ചെയ്യാനുള്ള ആൻറ്റിനയാണ്. ഇനി നമുക്ക് നമ്മുടെ മൈക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. അതിൻ്റെ പുറക് സൈഡിലായിട്ട് അത് ഊരിയെടുക്കാം നമുക്ക്. അത് ഊരിയെടുത്തിട്ട് വേണം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി ഇടാനായിട്ട്. 2 AA ബാറ്ററികളാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകുവശം ഒന്ന് ഊരാം. മൈക്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ചും ഒരു ചെറിയ LED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറകുവശം ഊരിയിട്ട് ബാറ്ററി ഇട്ടിട്ട് ബാക്കിയൊന്ന് ഓണാക്കി നോക്കാം. ഈ ഭാഗത്താണ് ബാറ്ററി ഇടേണ്ടത്. നമുക്ക് AA ബാറ്ററികൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് നോക്കാം. ഇത്തരം മൈക്കുകളിൽ നമ്മൾ ബാറ്ററി ഇടുമ്പം ബാറ്ററിയുടെ പൊളാരിറ്റി മാറിപ്പോയി കഴിഞ്ഞാൽ മൈക്ക് വർക്ക് ചെയ്യത്തില്ല, ഓൺ ആകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഇടാൻ നേരത്ത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ ബാക്ക് സൈഡിലത്തെ കവർ നമ്മൾ അടച്ചു. ഇനി നമുക്ക് മൈക്കൊന്ന് ഓൺ ആക്കാം. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഇതിൽ ഞെക്കി നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ എന്ന് കാണിക്കും. പിന്നെ ആ ഡിസ്പ്ലേക്കകത്ത് ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ സിമ്പൽ കാണിക്കും. അതുപോലെ നെറ്റ്വർക്കിൻ്റെ റേഞ്ച് കാണിക്കും. അതേപോലെ മെഗാഹെർട്സ്, ഇത്ര സാധനങ്ങളാണ് അതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് വരുന്നത്. ഈ റിസീവർ നമുക്ക് നമ്മുടെ മിക്സറിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ 4 ചാനൽ മിക്സർ നമ്മൾ നമ്മുടെ കാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മാറി ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ റിസീവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓണാക്കി നമ്മുടെ മിക്സറിലേക്ക് കണക്ട് ചെയ്തു. ഇനി മിക്സറിൻ്റെ വോളിയൊക്കെ ഒരു അല്പം ഒന്ന് തള്ളി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ഇതിന് എത്ര റേഞ്ച് കിട്ടുമെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് ദൂരത്തേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 10-250 ദൂരത്തിലാണ്. പക്ഷേ ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നല്ല റേഞ്ച് ഒരു സാധനമാണ്. സൗണ്ടിൻ്റെ ക്വാളിറ്റിക്കൊന്നും വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മളിത് കാറിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടും കുറച്ച് എക്കോ ഒക്കെ ഞാൻ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടുമാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നത്. പക്ഷേ അല്ലാതെ ഞാൻ നോർമൽ സ്പീക്കറിൽ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു മൈക്കാണ്. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഓടി ഇങ്ങ് അടുത്തോട്ട് വരികയാണ്. അടുത്ത് വന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തേച്ചാൽ മതി. 2200 രൂപയാണ് വില വരുന്നത്. കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരും. കേരളത്തിനകത്താണെങ്കിൽ ഏകദേശം 70 രൂപ 80 രൂപയൊക്കെയാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ.